ഹലോ സുഹൃത്തുക്കളെ, ഡി ഡി വ്ളോഗ്സ് ഫോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഇട്ട് ഇത് കാപ്പി ഇടുന്നത് അണ്ണന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ കാപ്പി ഇട്ട് അണ്ണന് കൊടുക്കാൻ പോവുകയാണേ. കൊടുത്തിട്ട് എനിക്ക് ചായ ഇടണം. ചായ ഇടാൻ പാലടുപ്പത്ത് വെച്ചു. പാൽ തേയിലയിട്ട് പഞ്ചസാരയിട്ട് അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറാണ്, ദോശയും സാമ്പാറും. അപ്പോൾ അതിനുള്ള പരിപ്പ് ഞാൻ ആദ്യമേ വേവിക്കാൻ വെക്കും. വേവിച്ചതിന് ശേഷമേ കഷ്ണങ്ങൾ അതിലിട്ട് വേവിക്കുകയുള്ളൂ. അപ്പോൾ ചായ റെഡിയാക്കാം. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാൻ പോവുകയാണ്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അതിൽ തന്നെ ഞാൻ പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്താണ് പിന്നെ കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, കായം, മല്ലിയിലയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് പുരട്ടി കുക്കറിൽ വെച്ച് വിസിൽ കേൾപ്പിക്കും. ഒരു 3 വിസിൽ അടിക്കും. അപ്പോഴത്തേന് വേവും. അപ്പോൾ ചെറുപയർ തോരനും ഉണ്ട് ഇന്ന് രാവിലെ. ചെറുപയർ തോരനും ചെറുപയർ എടുത്ത് അടുപ്പിലാക്കിയിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ എല്ലാം മിക്സ് ചെയ്ത് ആദ്യം ഗ്യാസിലാക്കാം. അപ്പോൾ അതിന് ശേഷം ചെറുപയർ മക്കളെ എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചുണർത്തുകയാണ്. എണീറ്റ് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ വെന്തിട്ടുണ്ട്. ചെറുപയർ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയ്ക്കകത്ത് ഞാൻ പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇട്ടാണ് ചതയ്ക്കുന്നത്. കുറച്ച് മുളക് പൊടിയും കൂടി ഇടും. അപ്പോൾ അത് കടുക് വറുത്ത് പൊട്ടിച്ചിട്ട് പയറിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അരപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോഴേ നന്നായിട്ട് വേവും. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടച്ച് വയ്ക്കാമേ. അപ്പോൾ പുട്ട് അണ്ണനാണെങ്കിൽ പുട്ട് ഓട്സിൻ്റെ പുട്ടാണ് ഉണ്ടാക്കി. അത് റെഡി ആയിട്ടുണ്ട്. അപ്പം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കടുക് വറുത്ത് താളിക്കാം. അപ്പോൾ സാമ്പാർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടുക് വറക്കാൻ പോവുകയാണ്. കടുക് വറക്കുന്നതിന് എണ്ണയും കടുകും വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശ ഇടാം. മോൾക്ക് ദോശയാണ് ഇന്ന് കൊടുത്തു വിടുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ ദോശ ഇടാൻ പോവുകയാണ്. അവൾക്ക് കഴിക്കാനും കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ദോശ. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പം മോൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഇനി മോളുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. അവൾക്ക് കൊണ്ടുപോകാൻ 2 ദോശയും സാമ്പാറും അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾ പോയി. ഇനി എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു കഴുകാം. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് തയ്യാറാക്കാം. അപ്പോൾ 2 ദിവസം മുന്നേ വാങ്ങിച്ച ചൂര വെട്ടിക്കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കറി വയ്ക്കുന്നത്. പിന്നെ വാളരിങ്ങ കിട്ടിയിട്ടുണ്ട്. വാളരിങ്ങ തോരൻ. നിങ്ങളവിടെ എന്താണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാളരിങ്ങ പയറെന്ന് പറയും ഇവിടെ തിരുവനന്തപുരം. അത് തോരനും വെച്ച് പിന്നെ രാവിലത്തെ സാമ്പാറും ഉണ്ട്. അപ്പോൾ മീൻ കറിയും വയ്ക്കാം. അപ്പോൾ വാളരിങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ തോരൻ അടുപ്പിലാക്കിയിട്ടുണ്ട്. തോരന് കടുക് വറുത്ത് തട്ടി പിന്നെ ചതയ്ക്കാനുള്ളത് എല്ലാം റെഡിയാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുണി കഴുകി തീർന്ന് അതൊന്ന് വിരിച്ചിടാം. വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയിട്ടുണ്ട്. തിരിച്ചിടാമേ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻകറിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയെല്ലാം കൂടി ഇട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്താണ് മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ കുക്കുംബർ ഇരിപ്പുണ്ടായിരുന്നു. കുക്കുംബർ കൂടെ സലാഡാക്കാം. അപ്പോൾ എല്ലാവരും ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചോറ് കഴിക്കാൻ പോയോ. ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.